ഹലോ, ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇലക്ട്രോണിക് കമ്പോണൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണ് മൊബൈൽ ഫോൺ. ഇന്നത്തെ സെഷനിൽ നൽകിയിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ എങ്ങനെ ഡിസ്മാൻഡിൽ ചെയ്യാമെന്നും അതിൻ്റെ പ്രധാന സെക്ഷനുകളും ഭാഗങ്ങളും എങ്ങനെ തിരിച്ചറിയാമെന്നും നോക്കാം. ഫോണിലെ റീഫിക്സിംഗ് ചെയ്യുന്നതിനും ഭൗതിക ഇഷ്യൂകൾ പരിഹരിക്കുന്നതിനും മാത്രമേ സ്മാർട്ട് ഫോണുകൾ ഡിസ്മാൻഡിൽ ചെയ്യാവൂ. കാരണം തെറ്റായി കൈകാര്യം ചെയ്യുന്നത് അനാവശ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാകുന്നവ: തന്നിരിക്കുന്ന സെൽഫോണോ സ്മാർട്ട് ഫോണോ ഡിസ്മാൻഡിൽ ചെയ്യുക, സെൽഫോണിന്റെയോ സ്മാർട്ട് ഫോണിന്റെയോ വിവിധ സെഷനുകളും ഭാഗങ്ങളും തിരിച്ചറിയുക, നൽകിയിരിക്കുന്ന സെൽഫോണോ സ്മാർട്ട് ഫോണോ റീഅസംബിൾ ചെയ്യുക. ആദ്യം നമുക്ക് സെൽഫോണോ സ്മാർട്ട് ഫോണോ ഡിസ്മാൻഡിൽ ചെയ്യുന്നതിനും അസംബിൾ ചെയ്യുന്നതിനും ആവശ്യമായ ടൂളുകളും എക്യുപ്മെന്റുകളും ഏവയെന്ന് നോക്കാം. നമുക്ക് ഇനി പറയുന്നവ ആവശ്യമാണ്: ഗ്ലൗസ് 1 ജോഡി, മൊബൈൽ ഫോൺ ഒരെണ്ണം, സ്ക്രൂ ഡ്രൈവർ ഒരെണ്ണം, ട്വീസറുകൾ ആവശ്യാനുസരണം, സ്പഡ്ജർ ഒരെണ്ണം, മൊബൈൽ ഫോൺ ഓപ്പണർ ഒരെണ്ണം, ഫ്രെയിമിനുള്ള യൂണിവേഴ്സൽ ലിക്വിഡ് ഒരെണ്ണം, LCD സ്ക്രീൻ സെപ്പറേറ്റർ മെഷീൻ ഒരെണ്ണം, ഗം ഒരെണ്ണം, സിം എജക്ടർ ഒരെണ്ണം. ഒരു സ്മാർട്ട് ഫോണോ സെൽഫോണോ എങ്ങനെ ഡിസ്മാൻഡിൽ ചെയ്യാമെന്ന് നോക്കാം. സ്റ്റെപ്പ് 1. ഫോൺ തയ്യാറാക്കുക. ആദ്യം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പവർ സോഴ്സ് ഡിസ്കണക്ട് ചെയ്യുക. ആവശ്യമായ എല്ലാ ടൂളുകളും ശുദ്ധീകരണ സാമഗ്രികളും ശേഖരിക്കുക. സ്റ്റെപ്പ് 2. സിം കാർഡ് ട്രേ നീക്കം ചെയ്യുക. ഇപ്പോൾ ഫോണിന്റെ വശത്തുള്ള സിം കാർഡ് ട്രേ കണ്ടെത്തുക. ട്രേയുടെ അടുത്തുള്ള ചെറിയ ദ്വാരത്തിൽ സിം കാർഡ് എജക്ടർ ടൂൾ ഇൻസേർട്ട് ചെയ്യുക. ട്രേ പുറന്തള്ളാൻ മൃദുലമായ മർദ്ദം പ്രയോഗിക്കുക. ഫോണിൽ നിന്ന് സിം കാർഡ് ട്രേ നീക്കം ചെയ്യുക. സുരക്ഷാ ടിപ്സ്: ട്രേയ്ക്കോ ഫോണിന്റെ സിം കാർഡ് സ്ലോട്ടിനോ കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ മൃദുവായി കൈകാര്യം ചെയ്യുക. നീക്കം ചെയ്തു കഴിഞ്ഞാൽ ട്രേ നഷ്ടപ്പെടാതിരിക്കാൻ സുരക്ഷിതമായ സ്ഥലത്ത് മാറ്റിവെക്കുക. സ്റ്റെപ്പ് 3. ബാക്ക് കവർ നീക്കം ചെയ്യുക. ബാക്ക് കവർ എളുപ്പത്തിൽ നീക്കം ചെയ്യുന്നതിനായി സെപ്പറേറ്റർ മെഷീൻ ഉപയോഗിച്ച് ആദ്യം ബാക്ക് പാനൽ ചൂടാക്കുക. ഇപ്പോൾ ഫോൺ റൊട്ടേറ്റ് ചെയ്യുക. ഫോണിന്റെ ബാക്ക് കവർ ശ്രദ്ധാപൂർവ്വം ഉയർത്താനും നീക്കം ചെയ്യാനും അനുയോജ്യമായ ഒരു ഉപകരണം ഉപയോഗിക്കുക. ഒരു കോണിൽ നിന്ന് ആരംഭിച്ച് കവർ അഴിക്കുന്നതുവരെ ഫോണിന്റെ ചുറ്റളവിൽ ശ്രമം നടത്തുക. സ്റ്റെപ്പ് 4. മദർ ബോർഡിന്റെ ഷീൽഡ് കവർ നീക്കം ചെയ്യുക. മദർ ബോർഡിന് മുകളിലുള്ള ഷീൽഡ് കവർ സുരക്ഷിതമാക്കുന്ന സ്ക്രൂകൾ അഴിക്കുക. ഈ സ്ക്രൂകൾ ശ്രദ്ധാപൂർവ്വം നീക്കം ചെയ്യാൻ ഉചിതമായ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുക. പിന്നീട് റീഅസംബിൾ ചെയ്യാൻ അവ സുരക്ഷിതമായ സ്ഥലത്ത് സൂക്ഷിക്കുക. സ്റ്റെപ്പ് 5. ചാർജ് കണക്ടർ ബോർഡിന്റെ ഷീൽഡ് കവർ നീക്കം ചെയ്യുക. ചാർജ് കണക്ടർ ബോർഡിന് മുകളിലുള്ള ഷീൽഡ് കവർ സുരക്ഷിതമാക്കുന്ന സ്ക്രൂകൾ കണ്ടെത്തി അഴിക്കുക. ഇപ്പോൾ ഷീൽഡ് കവർ നീക്കം ചെയ്യാൻ സ്പഡ്ജർ ഉപയോഗിക്കുക. സുരക്ഷാ ടിപ്സ്: കൂടുതൽ മർദ്ദം ചെലുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം അടിയിൽ ലോലമായ കോമ്പോണന്റുകൾ ഉണ്ടാകാം. നീക്കം ചെയ്തു കഴിഞ്ഞാൽ ഷീൽഡ് കവർ സുരക്ഷിതമായി മാറ്റിവെക്കുക. സ്റ്റെപ്പ് 6. ബാറ്ററി നീക്കം ചെയ്യുക. ബാറ്ററി നീക്കം ചെയ്യാൻ ആദ്യം ബാറ്ററി കണക്ടർ നീക്കം ചെയ്യുക. തുടർന്ന് ബാറ്ററി സ്ഥാനത്തുറപ്പിച്ചിരിക്കുന്ന അഡ്ഹസീവ് അലിയിക്കാൻ ഒരു പ്രത്യേക ദ്രാവക ലായനി പ്രയോഗിക്കുക. സ്പഡ്ജർ ഉപയോഗിച്ച് അഡ്ഹസീവ് അലിയിച്ചു കഴിഞ്ഞാൽ ബാറ്ററി ശ്രദ്ധാപൂർവ്വം നീക്കം ചെയ്യുക. സ്റ്റെപ്പ് 7. മദർബോർഡ് നീക്കം ചെയ്യുക. CC ബോർഡിനെ മദർബോർഡുമായി കണക്ട് ചെയ്യുന്ന സ്ട്രിപ്പുകൾ കണ്ടെത്തി വിച്ഛേദിക്കുക. അടുത്തതായി മദർബോർഡിൽ ഡിസ്പ്ലേ സ്ട്രിപ്പ് കണക്ടർ കണ്ടെത്തി അത് ശ്രദ്ധാപൂർവ്വം വിച്ഛേദിക്കുക. അടുത്തതായി മദർബോർഡിലെ ആന്റിന കേബിൾ കണക്ടർ കണ്ടെത്തി ട്വീസർ ഉപയോഗിച്ച് ശ്രദ്ധാപൂർവ്വം വിച്ഛേദിക്കുക. ഇപ്പോൾ മദർബോർഡിൽ നിന്ന് ഫിംഗർ സ്ട്രിപ്പ് നീക്കം ചെയ്യുക. എല്ലാ കണക്ഷനുകളും വേർപെടുത്തിയതിനാൽ ഫോണിനുള്ളിലെ സ്ഥാനത്തു നിന്ന് മദർബോർഡ് ശ്രദ്ധാപൂർവ്വം ഉയർത്തുക. സ്റ്റെപ്പ് 8. ചാർജ് കണക്ടർ ബോർഡ് നീക്കം ചെയ്യുക. ആദ്യം റിംഗർ സെറ്റ് നീക്കം ചെയ്യുക. അടുത്തതായി CC ബോർഡ് ആന്റിന കേബിൾ കണക്ടർ കണ്ടെത്തി അത് ശ്രദ്ധാപൂർവ്വം വിച്ഛേദിക്കുക. ഇപ്പോൾ CC ബോർഡുമായി കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും റിബൺ കേബിളുകളോ സ്ട്രിപ്പുകളോ ഉണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞ് അവ മൃദുവായി വേർപെടുത്തുക. എല്ലാ കണക്ഷനുകളും വേർപെടുത്തി ഫോണിനുള്ളിലെ സ്ലോട്ടിൽ നിന്ന് CC ബോർഡ് പതുക്കെ ഉയർത്തുക. സ്റ്റെപ്പ് 9. കോമ്പോണന്റുകൾ നീക്കം ചെയ്യുക.
ഇപ്പോൾ ഫോണിൽ നിന്ന് ആന്റിന കേബിൾ നീക്കം ചെയ്യുക, അതിന്റെ 2 അറ്റങ്ങളും വേർപെടുത്തിയെന്ന് ഉറപ്പാക്കുക. അടുത്തതായി ഫോണിനുള്ളിലെ പവർ ഓൺ അല്ലെങ്കിൽ ഓഫ് സ്ട്രിപ്പ്, വോളിയം സ്ട്രിപ്പ് കമ്പോണന്റുകൾ തിരിച്ചറിഞ്ഞ് അവ ശ്രദ്ധാപൂർവം നീക്കം ചെയ്യുക. ഫോണിനുള്ളിൽ വൈബ്രേറ്റർ കമ്പോണന്റ് കണ്ടെത്തി അതിനെ അതിന്റെ സ്ലോട്ടിൽ നിന്ന് ശ്രദ്ധാപൂർവം നീക്കം ചെയ്യുക. സ്റ്റെപ്പ് 10. ഡിസ്പ്ലേ നീക്കം ചെയ്യുക. ഇപ്പോൾ ഫോൺ റൊട്ടേറ്റ് ചെയ്യുക. പിന്നീട് ചൂടാക്കിയ ശേഷം ഡിസ്പ്ലേ സുരക്ഷിതമാക്കുന്ന അഡ്ഹസീവ് മൃദുവാക്കാൻ ഒരു ലിക്വിഡ് സൊല്യൂഷൻ പ്രയോഗിക്കുക. ഫോണിന്റെ ഷാസിയിൽ നിന്ന് ഡിസ്പ്ലേ ശ്രദ്ധയോടെ ഉയർത്തുക. നമുക്കിപ്പോൾ സ്മാർട്ട് ഫോണിന്റെ ഭാഗങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങാം. സ്റ്റെപ്പ് 1. ജോലിസ്ഥലം തയ്യാറാക്കുക. മൊബൈൽ ഫോണിന്റെ ഡിസ്മാന്റിൽ ചെയ്ത ഭാഗങ്ങൾ നിരത്താൻ വൃത്തിയുള്ളതും സുഘടിതവുമായ ഒരു വർക്ക് പ്ലേസ് സൈറ്റ് ചെയ്യുക. സ്റ്റെപ്പ് 2. മദർബോർഡ് കണ്ടെത്തുക. ഡിസ്മാന്റിൽ ചെയ്ത ഭാഗങ്ങളിൽ മദർബോർഡ് എന്നറിയപ്പെടുന്ന പ്രധാന സർക്യൂട്ട് ബോർഡ് കണ്ടെത്തുക. മദർബോർഡ് സാധാരണയായി ഏറ്റവും വലിയ കോമ്പോണന്റാണ്. സ്റ്റെപ്പ് 3. പ്രോസസർ ചിപ്പ് കണ്ടെത്തുക. മദർബോർഡിൽ ഘടിപ്പിച്ചിട്ടുള്ള ഡെഡിക്കേറ്റഡ് പ്രോസസർ ചിപ്പ് തിരിച്ചറിയുക. നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനും കാൽക്കുലേഷനുകൾ നടത്തുന്നതിനും ഈ ചിപ്പാണ് നിർണായകം. സ്റ്റെപ്പ് 4. സ്പോട്ട് റാം ചിപ്പ്. പ്രോസസറിന് അടുത്തായി ഉള്ള റാം ചിപ്പ് കണ്ടെത്തുക. ഉപകരണം ഓണായിരിക്കുമ്പോൾ ഈ ചിപ്പ് താൽക്കാലിക ഡാറ്റാ സംഭരണം നടത്തുന്നു. സ്റ്റെപ്പ് 5. പ്രോക്സിമിറ്റി സെൻസർ തിരിച്ചറിയുക. മദർബോർഡിന്റെ മുകൾ ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന പ്രോക്സിമിറ്റി സെൻസർ കണ്ടെത്തുക. ഭൗതിക സമ്പർക്കമില്ലാതെ സമീപത്തുള്ള വസ്തുക്കളെ ഈ സെൻസർ കണ്ടെത്തുന്നു. സ്റ്റെപ്പ് 6. പവർ ഐസി കണ്ടെത്തുക. പവർ വിതരണം നിയന്ത്രിക്കുകയും ഉപകരണത്തിന്റെ ശരിയായ പ്രവർത്തനം ഉറപ്പാക്കുകയും ചെയ്യുന്ന പവർ ഐസി കണ്ടെത്തുക. സ്റ്റെപ്പ് 7. നെറ്റ്വർക്ക് സെഷൻ കണ്ടെത്തുക. സെല്ലുലാർ കണക്ടിവിറ്റി കോമ്പോണന്റ്സിന് ഉത്തരവാദിത്തമുള്ള മദർബോർഡിലെ നെറ്റ്വർക്ക് സെഷൻ കണ്ടെത്തുക. സ്റ്റെപ്പ് 8. സ്പോട്ട് ഫ്ലാഷ് ലൈറ്റ്. ഉപകരണത്തിന്റെ ക്യാമറയ്ക്ക് പ്രകാശം നൽകുന്നതിന് ഉത്തരവാദിത്തമുള്ള മദർബോർഡിലെ ഫ്ലാഷ് ലൈറ്റ് കോമ്പോണന്റ് കണ്ടെത്തുക. സ്റ്റെപ്പ് 9. ക്യാമറകൾ നീക്കം ചെയ്യുക. മദർബോർഡിൽ നിന്ന് ഫ്രണ്ട് ബാക്ക് ക്യാമറ മോഡ്യൂളുകൾ നീക്കം ചെയ്യുക. ഈ മോഡ്യൂളുകൾ ചിത്രങ്ങളും വീഡിയോകളും പിടിച്ചെടുക്കുന്നു. സ്റ്റെപ്പ് 10. സിം ട്രേ കണ്ടെത്തുക. സെല്ലുലാർ കമ്മ്യൂണിക്കേഷന് വേണ്ടി സിം കാർഡ് ചേർത്തിരിക്കുന്ന മദർബോർഡിലെ സിം ട്രേ സ്ലോട്ട് കണ്ടെത്തുക. സ്റ്റെപ്പ് 11. പവർ ആൻഡ് വോളിയം സ്ട്രിപ്പ് കണ്ടെത്തുക. മദർബോർഡിന്റെ അരികിലുള്ള പവർ ആൻഡ് വോളിയം സ്ട്രിപ്പ് കണ്ടെത്തുക. ഈ ബട്ടണുകൾ ഉപകരണത്തിന്റെ പവർ, വോളിയം സെറ്റിംഗ്സ് നിയന്ത്രിക്കുന്നു. സ്റ്റെപ്പ് 12. ചാർജ് കണക്ടർ ബോർഡ് കണ്ടെത്തുക. മൈക്കും USB പോർട്ടും ഹെഡ്ഫോൺ ജാക്കും സ്ഥിതി ചെയ്യുന്ന ഫോണിന്റെ അടിയിൽ സാധാരണയായി ചാർജ് കണക്ടർ ബോർഡ് കണ്ടെത്തുക. സ്റ്റെപ്പ് 13. സ്പോട്ട് വൈബ്രേറ്റർ. അവസാനമായി അറിയിപ്പുകൾക്കും കോളുകൾക്കുമായി വൈബ്രേഷൻ അലേർട്ടുകൾ നിർമ്മിക്കുന്നതിന് ഉത്തരവാദിയായ ചാർജ് കണക്ടർ ബോർഡിന് സമീപമുള്ള വൈബ്രേറ്റർ ഘടകം കണ്ടെത്തുക. ഇപ്പോൾ അസംബ്ലിംഗ് പ്രൊസീജിയർ നോക്കാം. സ്റ്റെപ്പ് 1. ഡിസ്പ്ലേ സ്ഥാപിക്കൽ. ആദ്യം ഗം ഉപയോഗിച്ച് ഫോണിന്റെ പ്രധാന ബോഡിയിൽ ഡിസ്പ്ലേ ശ്രദ്ധാപൂർവ്വം സ്ഥാപിക്കുക. ഡിസ്പ്ലേ ശരിയായി ഓറിയന്റഡ് ആണെന്നും ഫോണിന്റെ മെയിൻ ബോഡിയുടെ അരികുകളുമായി കൃത്യമായി അലൈൻ ചെയ്യുന്നുണ്ടെന്നും ഉറപ്പാക്കുക. സുരക്ഷാ ടിപ്സ്. സ്ക്രീനിനോ താഴെയുള്ള കണക്ടറുകൾക്കോ കേടുപാടുകൾ സംഭവിക്കുന്നത് തടയാൻ ഡിസ്പ്ലേയിൽ വളരെ ശക്തമായി അമർത്തുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് 2. പവർ ആൻഡ് വോളിയം സ്ട്രിപ്പുകൾ അറ്റാച്ച് ചെയ്യുക. ഇപ്പോൾ പവർ ഓൺ അല്ലെങ്കിൽ ഓഫ് സ്ട്രിപ്പും വോളിയം സ്ട്രിപ്പും ഫോണിന്റെ ഫ്രെയിമിലെ അവയുടെ നിശ്ചിത സ്ലോട്ടുകളിൽ സൂക്ഷ്മമായി സ്ഥാപിക്കുക. സ്റ്റെപ്പ് 3. മദർബോർഡിലേക്ക് ഫ്രണ്ട് ബാക്ക് ക്യാമറകൾ ഘടിപ്പിക്കുക.
മുന്നിലും പിന്നിലും ക്യാമറകൾക്കായി മദർബോർഡിലെ കണക്ടറുകൾ കണ്ടെത്തുക. ഓരോ ക്യാമറയും അതിന്റെ ബന്ധപ്പെട്ട കണക്ടറിലേക്ക് ശ്രദ്ധാപൂർവം വീണ്ടും കണക്ട് ചെയ്യുക. അവ ശരിയായി വിന്യസിച്ചിട്ടുണ്ടെന്നും സുരക്ഷിതമായിരിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. സുരക്ഷാ ടിപ്സ്. കണക്ടറുകൾക്കോ ക്യാമറ മൊഡ്യൂളുകൾക്കോ കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ വളരെയധികം ബലം പ്രയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് 4. മദർബോർഡ് സ്ഥാപിക്കുക. ഫോണിന്റെ ഫ്രെയിമിനുള്ളിൽ മദർബോർഡ് സൗമ്യമായി സുരക്ഷിതമാക്കുക. ഇപ്പോൾ ഡിസ്പ്ലേ സ്ട്രിപ്പ് മദർബോർഡിലേക്ക് അറ്റാച്ച് ചെയ്യുക. സ്റ്റെപ്പ് 5. വൈബ്രേറ്റർ അറ്റാച്ച് ചെയ്യുക. CC ബോർഡിൽ വൈബ്രേറ്റർ സുരക്ഷിതമാക്കുക. അത് ശരിയായി വിന്യസിച്ചിട്ടുണ്ടെന്നും യഥാസ്ഥാനത്ത് ഉറപ്പോടെ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. സ്റ്റെപ്പ് 6. CC ബോർഡ് സ്ഥാപിക്കുക. CC ബോർഡ് സ്ഥാപിച്ച അതിന്റെ കേബിൾ സുരക്ഷിതമായി മദർബോർഡുമായി കണക്ട് ചെയ്യുക. സ്റ്റെപ്പ് 7. സ്ട്രിപ്പുകൾ അറ്റാച്ച് ചെയ്യുക. ഇപ്പോൾ മദർബോർഡിൽ ഫിംഗർ സ്ട്രിപ്പ് സെൻസർ ഘടിപ്പിച്ച് ആന്റിന കേബിൾ സ്ഥാപിക്കുക. സ്റ്റെപ്പ് 8. ബാറ്ററിയും കണക്ടറും ഉറപ്പിക്കുക. ബാറ്ററി അതിന്റെ കമ്പാർട്ട്മെന്റിലേക്ക് സ്ലൈഡ് ചെയ്യുക. ബാറ്ററി കണക്ടറിനെ മദർബോർഡിലേക്ക് ദൃഢമായി കണക്ട് ചെയ്യുക. ഇപ്പോൾ റിംഗർ സെറ്റ് അതിന്റെ നിശ്ചിത സ്ലോട്ടിൽ സ്ഥാപിക്കുക. സ്റ്റെപ്പ് 10. ഷീൽഡ് കവർ സ്ഥാപിക്കുക. ഇപ്പോൾ CC ബോർഡിനും മദർബോർഡിനും മുകളിൽ ഷീൽഡ് കവർ സൗമ്യമായി സ്ഥാപിക്കുക. ശരിയായ അലൈൻമെന്റ് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 11. സ്ക്രൂകൾ ഉപയോഗിച്ച് അസംബ്ലി സുരക്ഷിതമാക്കുക. എല്ലാം സുരക്ഷിതമായി കഴിഞ്ഞാൽ കോമ്പോണന്റുകൾ ഒരുമിച്ച് സുരക്ഷിതമാക്കാൻ എല്ലാ സ്ക്രൂകളും ശ്രദ്ധാപൂർവം മുറുക്കുകയും ശക്തമാക്കുകയും ചെയ്യുക. സ്റ്റെപ്പ് 12. പിൻ കവർ സ്ഥാപിക്കുക. പിൻ കവർ സ്ഥാപിക്കുന്നതിന് ആദ്യം കവറിൽ ഗ്ലൂ പുരട്ടുക. ഇപ്പോൾ ശ്രദ്ധാപൂർവം പിൻ കവർ ഫോണിന്റെ ഫ്രെയിമിൽ വയ്ക്കുക. സ്റ്റെപ്പ് 13. സിം കാർഡ് ട്രേ ചേർക്കുക. അവസാനമായി സിം കാർഡ് ട്രേ അതിന്റെ നിശ്ചിത സ്ലോട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അത് സുഗമമായും സുരക്ഷിതമായും സ്ലൈഡ് ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുക. ഇവിടെ ഈ സെഷൻ അവസാനിക്കുന്നു. ഈ സെഷനിൽ നമ്മൾ പഠിച്ചത് തന്നിരിക്കുന്ന സെൽഫോണോ സ്മാർട്ട് ഫോണോ ഡിസ്മാൻഡിൽ ചെയ്യാൻ, സെൽഫോണിൻ്റെയോ സ്മാർട്ട് ഫോണിൻ്റെയോ വിവിധ സെക്ഷനുകളും ഭാഗങ്ങളും തിരിച്ചറിയാൻ, നൽകിയിരിക്കുന്ന സെൽഫോണോ സ്മാർട്ട് ഫോണോ റീഅസംബിൾ ചെയ്യാൻ. വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.